നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. വെസ്റ്റ് ജെറുസലേമിലും സിസേറിയയിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടരുന്നത്. എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ മാറുന്നതുവരെ ഒരടി പിന്നോട്ട് മാറില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു. ഇസ്രായേൽ സർക്കാരിൽ മാറ്റമുണ്ടാകണം, ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനു വേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവുമില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ശനിയാഴ്ച ടെലവീവ്, ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ആദ്യമേ പുറത്തു വന്നിരുന്നു. അതിനനുസരിച്ച് പ്രതിഷേധക്കാർ അവിടെയെല്ലാം വളഞ്ഞു. പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂ എന്നാണ് പ്രതിഷേധം നടത്തുന്നവരുടെ പക്ഷം. പക്ഷേ ഇതുവരെ ആയിട്ടും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയായ ഇസ്രായേൽ ബെയ്ത്തിന് നേതാവുമായ അവിഗ്ഡോർ ലിബർമാനും രംഗത്തെത്തി. വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രായേലിനാവുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും ലിബർമാൻ പറഞ്ഞു. പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. പക്ഷേ പല രാജ്യങ്ങളും മുൻകൈയെടുത്ത് ഒരു ഒത്തുതീർപ്പിനും അതുപോലെ തന്നെ വെടിനിർത്തൽ കരാറിന് വേണ്ടി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ പൂർണ്ണ പരാജയത്തിലാണ് എത്തുന്നത്. ഇപ്പോഴും ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള കരാറും അതുപോലെ തന്നെ ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നീണ്ടുപോവുകയാണ്. അതേസമയം ഇതിനെ ചൊല്ലി അമേരിക്കയിലും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ആരാണ് ഇസ്രായേലിന് എതിരായുള്ള ശക്തി, ആരാണ് സഹായിക്കുന്നത്? ഇതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ജോ ബൈഡൻ ഇപ്പോൾ പലസ്തീന്റെ ഒരാളാണ്. പലസ്തീൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ നിൽക്കുന്ന ആളാണ്. ഇസ്രായേലിന് എതിരായിട്ട് നിലകൊള്ളുന്നു. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ ജോ ബൈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനായിരുന്നു ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എങ്കിൽ ഇല്ലാതാക്കി കളഞ്ഞേനെ ഹമാസിനെ എന്നാണ് ഇപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടത്തിയിട്ടുള്ള തർക്കത്തിലെ പ്രധാന ഭാഗം. ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഈ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം നടത്തിയതിന്റെ കഴിഞ്ഞ ദിവസത്തെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ജോ ബൈഡനെ വിമർശിച്ചുകൊണ്ട് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ട്രംപ് പറയുന്നത്, ഇയാൾ ഒരു പലസ്തീനിയാണ്, പലസ്തീനിയെ പോലെ പെരുമാറുന്നു, വിദേശ നയം കൈകാര്യം ചെയ്യുവാൻ ഇയാളെ കൊണ്ട്, അതായത് സമ്പൂർണ്ണ പരാജയമാണ് വീണ്ടും ബൈഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ആയുധങ്ങളൊന്നും തന്നെ ഇസ്രായേൽ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് യുദ്ധം വളരെ സങ്കീർണമായിട്ട് പോകുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇപ്പോൾ ഏകദേശം 90% പലസ്തീനിലെ ഗാസ ലോകത്തിന് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് അമേരിക്കയിൽ ഇതിനെ ചൊല്ലിയുള്ള തർക്കവും ഉടലെടുത്തിരിക്കുന്നത്. അതും ലോകത്തിലെ രണ്ട് വമ്പൻ നേതാക്കന്മാർ തമ്മിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവിടെ ഉടലെടുക്കുവാനുള്ള കാരണമായി തീർന്നിരിക്കുന്നത്. ഇപ്പോൾ ഗാസയിലടക്കം 20 ലക്ഷത്തിലധികം പേർ താമസിച്ചിരുന്ന 40 കിലോമീറ്റർ പ്രദേശമായ ഗാസയിലെ എല്ലാ കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട്. ഒന്നും തന്നെ വാസയോഗ്യമല്ല. ആശുപത്രികളും സ്കൂളുകളും ആരാധനാലയങ്ങളും വീടുകളും കെട്ടിടങ്ങളും എല്ലാം ആക്രമിക്കപ്പെട്ടു. അതീവ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് ഗാസ കടന്നു പോകുന്നത്. ഗാസ പഴയപടിയാകണമെങ്കിൽ വർഷങ്ങൾ എടുക്കുമെന്ന് ചുരുക്കം. 38,000 പലസ്തീനികർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള വിവരം. പൊളിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ട് കിടന്നിട്ടുണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത്. കാണാതായ കുട്ടികളുടെ എണ്ണം UN ഏജൻസി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും ആശങ്ക ഇരട്ടിയാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് യുദ്ധത്തിന് ശേഷമുള്ള ഗാസ എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് അമേരിക്ക പദ്ധതി തയ്യാറാക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മേഖലയിലെ അറബ് രാജ്യങ്ങളുടെ കൂടി സഹകരണത്തോടെയാണ് ഗാസ പുനർനിർമ്മിക്കാൻ അമേരിക്കയുടെ പദ്ധതി. ഇതുകൂടാതെ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യ കുറ്റത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിനൊപ്പം കക്ഷി ചേരാൻ സ്പെയിനും അപേക്ഷ നൽകിയതായി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അറിയിച്ചിട്ടുണ്ട്. കോടതിയുടെ ചട്ടത്തിലെ ആർട്ടിക്കിൾ 63 ഉപയോഗപ്പെടുത്തിയാണ് സ്പെയിൻ കേസിൽ കക്ഷി ചേരുന്നത്. കേസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പം കക്ഷി ചേരുമെന്ന് ജൂൺ 6 സ്പെയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഗാസയിൽ നടക്കുന്ന സൈനിക നടപടികളെ തുടർന്നാണ് ഈ തീരുമാനമെടുക്കുന്നതെന്നും സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് പറഞ്ഞിരുന്നു. ഗാസയിലും മിഡിൽ ഈസ്റ്റിലും സമാധാനം തിരികെ വരണം. അത് സാധ്യമാകാൻ നമ്മൾ എല്ലാവരും കോടതിയിൽ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ നടക്കുന്ന കേസിൽ അണിചേരാനായി മെക്സിക്കോ, കൊളംബിയോ, നിക്കരാഗോ, ലിബിയ, പലസ്തീൻ അതോറിറ്റി എന്നിവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. അനുമതി ലഭിച്ചാൽ ഇവർക്ക് കേസിൽ കക്ഷി ചേരാൻ സാധിക്കും. ഇതോടെ വിചാരണവേളയിൽ രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാനും വാക്കാലുള്ള പ്രസ്താവനകൾ അവതരിപ്പിക്കാനും സാധിക്കും. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യക്കെതിരെ 2023 ഡിസംബർ 29 ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമ നടപടി ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ജനുവരി 26 വംശഹത്യ തടയണമെന്ന്
നിർത്തണമെന്നും ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഇസ്രായേലിനോട് കോടതി താൽക്കാലിക ഉത്തരവിൽ ആവശ്യപ്പെട്ടിരുന്നു. പട്ടിണി ഉൾപ്പെടെയുള്ള മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ ദക്ഷിണാഫ്രിക്ക വീണ്ടും കോടതിയെ സമീപിച്ചു. ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റാഫയിൽ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്നും വംശഹത്യ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സംഘങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ അനുമതി നൽകണമെന്നും മെയ് 26 കോടതി ഉത്തരവിട്ടിരുന്നു.